إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത സദാ എന്നും എപ്പോഴും എവിടെയും വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വ്യത്യസ്തമായ വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. തൗഹീദിനെ പറ്റി നമ്മൾ പലവരും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശിർക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവ മര്യാദകളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും ഒക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിത്യേന ചെയ്യുന്നൊരു കാര്യം, ചെയ്യേണ്ടെന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ആ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്രമാത്രമുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു പരിശോധനയും വിശുദ്ധ ഖുർആനിലെ 2 ആയത്തിനെക്കുറിച്ചുള്ള വിശദീകരണവുമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞൊരു സംഗതിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇദാ കുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ വഇൻ കുൻതും ജുനുബൻ ഫതഹ്ഹറു. വിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, ഏ വിശ്വാസികളെ, നിങ്ങൾ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം, വൈദിയക്കും, നിങ്ങൾ ഇലൽ മറാഫിക്കും, നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മുട്ട് വരെ കഴുകണം, വംസഹു ബിറൂസിക്കും, നിങ്ങളുടെ തല തടവണം, വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകൾ നെരിയാണി വരെ കഴുകണം, വൈൻ കുൻതും ജുനുബൻ ഫതഹ്ഹറു, നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ നിങ്ങൾ ശുദ്ധി വരുത്തണമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലാ തഖ്റബുസ്സലാ, നിങ്ങൾ നിസ്കാരക്കൊള്ള അടുക്കരുത്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകരുത്, വഅൻതും സുകാര ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ, എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ച രീതിയിൽ നിങ്ങൾ നിസ്കാരത്തെക്കൊള്ളെ സമീപിക്കരുത്, വല ജുനുബൻ, ജനാപത്തുകാരനായിക്കൊണ്ടുമെന്നാണ്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയാണ്, നിങ്ങൾ ജനാപത്തുകാരാണെങ്കിൽ നിങ്ങൾ ശുദ്ധി വരുത്തണം, ആ രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പാടുള്ളതല്ല, നിങ്ങൾ കുളിക്കണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. സഹോദരന്മാരെ, ജനാപത്ത് കുളിക്കാൻ കഴിയാത്തവർക്ക് കൃത്യമായി നിസ്കരിക്കാൻ സാധ്യമല്ല. സാധാരണഗതിയിൽ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും വിട്ടു നിൽക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള വിട്ടു നിൽക്കലാണ് നമ്മൾ വുളു വഴി നമ്മൾ ചെയ്തത്. എന്നാൽ വലിയ അശുദ്ധി വരും. വലിയ അശുദ്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണം?
അത് കുളിക്കണം. ഇപ്പം ജുനുബ് എന്ന് പറയുന്ന അറബി പദമുണ്ട്, ജനാപത്തുള്ളവെന്നാണ്. അത് ഏകവചനമായിട്ടും ദ്വിവചനമായിട്ടും ബഹുവചനമായിട്ടും പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടൊക്കെ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജുനുബ് എന്നത്. സ്വന്തം നാട്ടുകാരില്ലാത്തവർക്ക് ജുനുബുൻ എന്ന് പറയും. അതായത് അജ്നബി എന്നാണ് വിദേശി, അന്യൻ. എന്നാൽ ജനീബ് എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുന്ന, അകന്ന് നിൽക്കുന്ന. ഇപ്പം നിസ്കാരത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന എന്നതാണ് ഇതിൻ്റെ വിശദീകരണം. ജനാപത്തുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശം നിസ്കാരത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന എന്നതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ. അകറ്റി നിർത്തണമേ, വജ്നുബിനി, എന്നെ നീ അകറ്റി നിർത്തണമേ. അപ്പം ജുനുബ്, ജനാബത്ത് എന്ന് പറഞ്ഞാൽ അകറ്റി നിൽക്കുക. അതായത് ഭാഷയിലുള്ള സാങ്കേതിക പദം തന്നെയാണ് ഇസ്ലാമിൽ ഈ സംഗതിക്ക് ജനാബത്ത് എന്ന പദം വരാൻ വേണ്ടി കാരണം. എന്ന് വെച്ചാൽ ആരാധനകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഭാഷയിൽ വിട്ടു നിൽക്കുക, അകന്ന് നിൽക്കുക എന്നാണ് അർത്ഥം. ഇസ്ലാമിൽ ശറയിൽ ആരാധനകളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കപ്പെട്ടത്? അതിനുള്ള പ്രതിവിധി പഠിപ്പിക്കപ്പെട്ടു. ആ പ്രതിവിധി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുളിക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ വൃത്തിയാകണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് വൃത്തിയാകുക, എങ്ങനെയാണ് അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ പറ്റി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ എങ്ങനെയെന്നുള്ള രൂപം എങ്ങനെയാണ് കിട്ടുക, അത് ഹദീസുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖംസുൻ മൻ ജാഹ ബിഹിന്ന മഅ ഈമാനിൻ ദഖലൽ ജന്ന. ഈമാനോട് 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. മൻ ഹാഫള അലാ സലവാത്തിൽ ഖംസ് അലാ വുദൂഹിന്ന വറുകൂഹിന്ന വസുജൂദിഹിന്ന വമവാഖീതിഹിന്ന. അതായത് ഒരാൾ കൃത്യമായി വദു ചെയ്ത് കൃത്യസമയത്ത് റുക്കുവും സുജൂദും ചെയ്ത് നിസ്കാരങ്ങളെ കൃത്യമായ സമയത്ത് കാത്തു സൂക്ഷിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വസാമ റമളാൻ, റമളാനിൽ നോമ്പ് നോറ്റാൽ, വഹജ്ജൽ ബൈതൈൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ളവർ ഹജ്ജ് ചെയ്താൽ, റമളാനിൽ നോമ്പ് നോറ്റാൽ അവരൊക്കെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വാത സകാത തയ്യിബതൻ ബിഹാ നഫ്സു, ഒരാൾ സകാത്ത് നൽകി, വഅദ്ദൽ അമാന, അമാനത്ത് നിറവേറ്റി, അമാനത്ത് നിറവേറ്റി. അപ്പോൾ അമാനത്ത് നിറവേറ്റുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, വമാ അദാഉൽ അമാന, അല്ലാഹുവിൻ്റെ പ്രവാചകർ ഈ അമാനത്ത് നിറവേറ്റൽ എങ്ങനെയാണ്? അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വിശദീകരണം അൽ ഗുസ്ലു മിനൽ ജനാബ, ജനാബത്തിൽ നിന്നുള്ള കുളിയാണ്. ജനാബത്തിൽ നിന്നുള്ള കുളിയാണ്. ഇന്നല്ലാഹ ലം യഅമൻ ഇബ്ന ആദമ ലാ ശൈഇൻ മിൻ ദീനിഹി ഗൈരിഹാ, അള്ളാഹു അവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ആദം സന്തതികളെ ഇതേപോലെ വിശ്വസിച്ച് ഏൽപ്പിച്ച വേറെ കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ തുടർന്ന് വിശദീകരിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമാനത്താണ്. ജനാബത്ത് ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് അമാനത്താണ്. അബൂദാവൂദിലെ റിപ്പോർട്ടിൽ മേലുള്ള ഈ ഹദീസ് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഖാലു യാ അബാ ദർദ, അബൂ ദർദ വമാ അദാഉൽ അമാന, എന്താണ് അമാനത്ത് നിർവഹിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ ഗുസ്ലു മിനൽ ജനാബ, വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കലാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അമാനത്ത് നിർവഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളിയാണ്. എന്താണ് ഈ വലിയ അശുദ്ധി? മാ മഅനൽ ജനാബ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വാ മഅന യഗ്തസിലു റജുലു മിനൽ ജനാബ, ജനാബത്ത് ഉണ്ടാകുക എന്നതിൻ്റെ ഉദ്ദേശം അൽ ജനാബത്തു വസ്ഫുൽ റജുലി വൽ മർഅത്തി ഇദാ ഹസല മിൻഹുമാ ജിമാ, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഔ നുസുലിൽ മനി ബി ശഅവത്തിൻ വല ഗൈരി ജിമാ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ പോലും ആഗ്രഹത്തോടെ മനി ഇന്ദ്രിയസ്ഖലനം പുറന്തള്ളുകയോ ചെയ്യുന്നതിനെയാണ് ജനാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശാരീരിക ബന്ധം ഉണ്ടായി, സ്ഖലനം ഉണ്ടായിട്ടില്ല, കുളി നിർബന്ധമാണ്. അതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്ന അനവധി ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ ജലസ ബൈന ശുഅബിൽ അർബ സുമ്മ ജഹദഹാ ഫഖദ് വജബ അലൈഹിൽ ഗുസ്ൽ. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ 4 അവയവങ്ങൾക്കിടയിൽ ഇരിക്കുകയും ശേഷം അവളിലേക്ക് പ്രാപിക്കുകയും ചെയ്താൽ കുളി നിർബന്ധമായി. മറ്റൊരു നിവേദനത്തിൽ കാണാം, ഇന്ദ്രം വൈലം യുൻസിൽ, ഇന്ദ്രിയം സ്കലിച്ചിട്ടില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം
സ്കലിച്ചിട്ടില്ലെങ്കിലും കുളി അവിടെ നിർബന്ധമായി എന്ന് പറയുകയാണ്. അബ്ദുല്ലാഹി ബിൻ റബാഹ് നിവേദനം ചെയ്ത റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തക്കൽ ഖിതാനാനി വജബൽ ഗുസ്ൽ. രണ്ട് ജനനേന്ദ്രിയങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ കുളി നിർബന്ധമായി. അതുപോലെ തന്നെ ജനനേന്ദ്രിയങ്ങൾ തമ്മിൽ സ്പർശിച്ചാൽ കുളി നിർബന്ധമായി. പുരുഷന്റെ അവയവം സ്ത്രീയുടെ അവയവത്തിൽ പ്രവേശിച്ചാൽ കുളി നിർബന്ധമായി എന്നൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരാൾ ശാരീരിക ബന്ധത്തിനെ ഉദ്ദേശിച്ച് അതിന് പൂർത്തീകരണം നടന്നില്ല, പൂർത്തീകരണം നടക്കാത്ത ഒരവസ്ഥയുണ്ടായാൽ പോലും കുളി നിർബന്ധമായി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതായത് ഞാനും എൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഇങ്ങനെ ഏർപ്പെടുമ്പോൾ എനിക്കത് പൂർത്തീകരണം ഉണ്ടാകാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ കുളിക്കേണ്ടതുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടായി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തുണ്ടായിരുന്നു എന്നാ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി പറയും, ഇന്നി ലഅഫ്അലു ദാലിക അന വഹാദി സുമ്മ നഗ്തസിൽ. ഞാനും ഇവളും അങ്ങനെയൊക്കെ നമുക്കൊക്കെ എങ്ങനെ ഇടയിൽ സംഭവിക്കാറുണ്ട്, പക്ഷെ നമ്മൾ കുളിക്കാറുണ്ട് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും സ്കലിച്ചിട്ടില്ലെങ്കിലും കുളി ഒരു മുസ്ലിമിന് നിർബന്ധമാണ് എന്നതാണ് ഒന്നാമത്തെ വിഷയം. ഇനി മറ്റൊന്ന് ഉമ്മു സൽമ പറയുന്നുണ്ട്. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു കാര്യമുണ്ട്. ജാഅത്ത് ഉമ്മു സുലൈമിൻ ബിന്തു മിൽഹാന ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ കാര്യത്തിൽ ലജ്ജ കാണിക്കുകയില്ലല്ലോ. അതാണ് ഇന്നത്തെ ഖുതുബയും. സത്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജ കാണിക്കുകയില്ലല്ലോ. ഫഹൽ അലൽ ഇംറഅതി തഈനി ഗുസ്ലൻ ഇദാ ഹിയ റഅത് ഫിൽ മനാമി മിസ്ല മാ യറ റജുൽ. അതായത് പുരുഷൻ കാണുന്ന പോലെ സ്ത്രീ സ്വപ്നം കണ്ടാൽ അവൾ കുളിക്കേണ്ടതുണ്ടോ, സ്വപ്നം കണ്ടാൽ അവൾ കുളിക്കേണ്ടതുണ്ടോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ഇദാ ഹിയ റഅത്തിൽ മാ ഫൽതഗ്തസിൽ. അതെ ഇന്ദ്രിയം പുറപ്പെട്ടത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ കുളിക്കണം. അപ്പം ചോദിക്കുന്നുണ്ട്, ഇനി ഇന്ദ്രിയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, ഒരാൾ നനവ് കാണുകയും സ്വപ്നസ്ഖലനം ഉള്ളതായി ഓർക്കാതിരിക്കുകയും, അതിന് സ്വപ്നമില്ല, അയാൾ രാവിലെ എണീച്ച് നോക്കുമ്പം എന്തോ ഒരു അസ്വസ്ഥത തോന്നി, അയാളിൽ നിന്ന് എന്തോ പുറപ്പെട്ടതായി തോന്നി എങ്കിൽ പോലും പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അങ്ങനെ കണ്ടെത്തിയാൽ സംശയത്തിലായാൽ പോലും അവർ കുളിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ കുളിക്കണം എന്നുള്ളത് എന്താണ്? കുളിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ എങ്ങനെയാണ് കുളി? അതാണ് പലരും അശ്രദ്ധാലുവായ വിഷയം. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. കുളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ അന ഫഉഫീദു അലാ റഅസി സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം വെള്ളം തലയിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുമായിരുന്നു എന്നാണ്. കൈകൊണ്ടെടുത്തിട്ട് 3 പ്രാവശ്യം ഒഴിക്കുമായിരുന്നു. അശാറ ബിയദിഹിൽ തൈമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈ കൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ആംഗ്യം കാണിച്ച് തന്നു നമുക്ക് എന്ന് ഹദീസ് ഉദ്ധരിച്ച ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കോരി തലയിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതിൻ്റെ പൂർണ്ണ രൂപം ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇദക്തസല അഫറു അലാ റഅസി സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യമായിരുന്നു തലയിൽ വെള്ളമൊഴിക്കാറുണ്ടായിരുന്നത് എന്നതാണ്. അതുപോലെ തന്നെ അത് ഏത് രൂപത്തിലായാലും, ഇപ്പൊ ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നുണ്ട്, ഇത് കാല കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇദ ഖതസല മിൻ ജനാബത്തിൻ സബ്ബ അലാ റഅസി സലാസ ഹഫനാത്തിൻ മിൻ മാ. അതെ 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമൊഴിക്കാറുണ്ടായിരുന്നു. ഫഖാല ലഹു ഹസൻ ബിൻ മുഹമ്മദ്. ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ഹസൻ ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞ താബി, ഇന്ന ഷഅരി കസീറുൻ, എൻ്റെ മുടി എനിക്ക് വളരെ അധികമുണ്ട്, എനിക്ക് ഈ 3 കപ്പ് വെള്ളമൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ജാബിർ ഫഖുൽതു ലഹു യാ ഇബ്ന അഖി കാന ശഅറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സർ മിൻ ശഅരിക വഅതിയം. താങ്കളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം മുടിയുണ്ടായിരുന്നു, നല്ല മുടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം എടുത്തിട്ട് വെള്ളം തലയിൽ ഇങ്ങനെ ഒഴിക്കാറായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ താബി അതിനെ ഖണ്ഡിക്കാൻ നോക്കി, എനിക്കൊരുപാട് മുടിയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം മുടിയുണ്ടായിരുന്നു, ധാരാളം മുടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെയായിരുന്നു കുളിക്കാറുണ്ടായിരുന്നത് എന്ന് സഹാബി വിശദീകരിക്കുക. ഇനി 3 പിടി വെള്ളമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഒഴിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
3 പിടി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ ആ 3 പിടിയിൽ സുന്നത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 കോരലിൽ സുന്നത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജുബൈർ ഇബ്നു മുത്തയ്യിം തന്നെ പറയുന്നുണ്ട്, തമാറൗ ഫിൽ ഖുസ്ലി ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ബഅദുൽ ഖൗമി അമ്മ അന ഫഇന്നി അഗ്സിലു റസി കദ വകദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ച് അവർ കുളിയെ സംബന്ധിച്ച് തർക്കിക്കുകയും അവരിൽ ഒരാൾ ഞാൻ ഇന്ന പ്രകാരമാണ് എൻ്റെ തല കഴുകാറുള്ളത് എന്ന് പറയുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചിലർ വന്ന് തർക്കിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ അന ഫഇന്നി ഉഫീദു അലാ റസി സലാസ അഖുഫ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമാണ് എൻ്റെ തലയിൽ ഇങ്ങനെ വെള്ളമൊഴിക്കാറുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തർക്കിക്കുന്ന ഒരു ടീമിനോട് വ്യക്തമായി കാണിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി സ്ത്രീകൾ കുളിക്കുമ്പോൾ അവർ മെടഞ്ഞിട്ട മുടി അഴിക്കേണ്ടതുണ്ടോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെടഞ്ഞിട്ട മുടിയാണ്, ധാരാളം മുടിയാണ് ഉള്ളതെങ്കിലും അവർ മുടി അഴിക്കേണ്ടതില്ല. അവരെങ്ങനെയാണ് മെടഞ്ഞിട്ട രൂപമുള്ളത് ആ രൂപത്തിൽ തന്നെ തലയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഉമ്മു സലമ പറയുന്നുണ്ട്, കാല കുത്തി യാ റസൂലുള്ളാഹ് ഇന്നി ഇംറത്തുൻ അശുദ്ധ സഫറ റഅസി ഫൻഖുൽഹു ലി ഗുസ്ലിൽ ജനാബ. ഒരു സ്ത്രീക്ക് നല്ല മുടിയുണ്ട്, അവർ ജനാബത്ത് കുളിക്കുമ്പോൾ അത് ഞാൻ അഴിച്ച് വെക്കേണ്ടതുണ്ടോ എന്ന് ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ്. അവർ ലാ ഇന്നമാ യക്ഫീകി, അതിൻ്റെ ആവശ്യമില്ല, നീ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചാൽ മതി, അതേ മുടിൻ്റെ കെട്ടൊന്നും അഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ. അതുപോലെ ഉബൈദ് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബലഗ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ യഅ്മുറു നിസാഇ ഇഗ്തസൽന അൻ യഖുൽന റൂസഹുൻ. അതായത് അബ്ദുല്ലാഹി ഇബ്നു അംർ സ്ത്രീകൾ കുളിക്കുമ്പോൾ അവരുടെ മുടി അഴിച്ചുകൊണ്ട് കെട്ടഴിച്ചുകൊണ്ട് കുളിക്കണം എന്നിങ്ങനെ പറയുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ആരോ വന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അജബൻ ലി അംറിൻ ഹാദാ യഅ്മുറു നിസാ ഇദക്തസൽന അൻ യഖുൽന റൂസഹുൻ. സ്ത്രീകളുടെ മുടി അഴിക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ പറയുന്ന കാര്യം മഹാ അത്ഭുതം തന്നെയാണ്. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അഫലാ യഅ്മുറുഹുന്ന അൻ യഹ്ലിക്ന റൂസഹുൻ. സ്ത്രീകളോട് മൊട്ടയടിക്കാൻ, തല മുണ്ടനം ചെയ്യാൻ അദ്ദേഹത്തിന് കൽപ്പിക്കാമായിരുന്നില്ലേ? ഇങ്ങനെ വേണ്ടാത്തവർക്ക് പറയണോ? അദ്ദേഹത്തിന് തല മുണ്ടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞൂടെ സ്ത്രീകളോട്? ഞാനും റസൂലും ഒരേ പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ തലയുടെ മുടിയൊന്നും കെട്ടൊന്നും അഴിക്കാറില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭാര്യയുമായിട്ട് ഒന്നിച്ചുള്ള കുളി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും റസൂലും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ട്. എങ്ങനെ? ഞാൻ 3 കോരൽ വെള്ളം ഒഴിക്കുകയല്ലാതെ അതിലധികമൊന്നും ഞാൻ ചെയ്യാറില്ല, മുടിയുടെ കെട്ടൊന്നും അടിച്ചു വെക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുളിയുടെ രൂപം എങ്ങനെയായിരുന്നു അത് നമുക്ക് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് വരും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദക്തസല മിനൽ ജനാബ ദഅ ബിശൈഖിൻ നഹ്വിൽ ഹിലാബ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളിക്കുമ്പോൾ പാൽ കറക്കുന്ന പാത്രം പോലെയുള്ള ഒന്ന് വരുത്തി കയ്യിൽ പിടിക്കും. എന്നിട്ട് അത് ആദ്യം വലതു ഭാഗത്ത് ഒഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ കോരലെടുത്തിട്ട് എന്താക്കും? ആദ്യം വലതു ഭാഗത്ത് ഒഴിക്കും, എന്നിട്ട് ഇടതു ഭാഗത്തേക്ക് ഒഴിക്കും, പിന്നെ 2 ഒരുമിച്ച് പിടിച്ചെന്താക്കും? തലയുടെ മുകളിലേക്ക് ഒഴിക്കുക. എന്നാ ആദ്യം വലതു ഭാഗത്തേക്ക് ഒഴിക്കുക ഇങ്ങനെ, എന്നിട്ട് ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിക്കാം. എന്നിട്ട് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് എന്തൊക്കെ തലയുടെ മുകളിൽ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ മറ്റൊരു രൂപം പൂർണ്ണമായ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതെങ്ങനെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാലത്ത് കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദക്സല മിൻ ജനാബതി യബ്ദു ഫയഗ്സിലു യദൈഹി സുമ്മ യുഫരിഗു ബിയമീനിഹി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ആദ്യം അദ്ദേഹം എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ കഴുകും, നല്ലോണം കഴുകും. എന്നിട്ട് അദ്ദേഹം ലൈംഗികമായ അവയവം വലത് കൈ കൊണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് കഴുകും. മറ്റൊരുപ്പോട്ട് കഴുകിയ ശേഷം നിലത്തിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരക്കുമെന്നാണ്. എന്നിട്ട് നിസ്കാരത്തിൽ ഒളിവെടുക്കുന്ന പോലെ ഒളിവെടുക്കും. നിസ്കാരത്തിൽ പോലെ പൂർണ്ണമായ രീതിയിൽ ഒളിവെടുക്കും. കാല് കഴുകുമായിരുന്നില്ല. എന്നിട്ട് വലത് ഭാഗത്ത് ആദ്യം വെള്ളം ഇങ്ങനെ ഒഴിക്കും, എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് ഒഴിക്കും, എന്നിട്ട് തലയുടെ പൂർണ്ണ മുകൾ ഭാഗത്തേക്ക് ഒഴിക്കും. അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിവെടുത്തതിന് ശേഷം
കുറച്ച് വെള്ളമെടുത്ത് തല നല്ലോണം ഇങ്ങനെ ഇങ്ങനെ നല്ല തലയുടെ മുടിയ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉരക്കും വെച്ച് വെള്ളം കൊണ്ട് കുറച്ചൊക്കെ ഒഴുകി ശരീരം മുഴുവൻ തടവും. എന്നിട്ട് വലതു ഭാഗത്തേക്ക് ഒഴിക്കും, എന്നിട്ട് ഇടതു ഭാഗത്തേക്ക് ഒഴിക്കും, എന്നിട്ട് തലയുടെ മൂർധാവിൽ നടുവിൽ പൂർണ്ണമായി ഒഴിക്കും, എന്നിട്ട് ശരീരമാകമാനം വെള്ളം ഒഴിക്കും. അവസാനമായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് കഴുകാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവസാനമായിരുന്നു കാല് കഴുകാറുണ്ടായിരുന്നു. അതായത് ആദ്യം കൈ കഴുകും, പിന്നെ ലൈംഗിക അവയവങ്ങൾ വൃത്തിയാക്കും, എന്നിട്ട് നിസ്കാരത്തിൽ ഒളു എന്ന പോലെ ഒളുവെടുക്കും. കാല് കഴുകാറുണ്ടായിരുന്നില്ല. എന്നിട്ട് ശരീരത്തിൻ്റെ വലതു ഭാഗം കൊണ്ട് തുടങ്ങും, ഇടതു ഭാഗം കൊണ്ടും, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തലയുടെ മൂർധാവിൽ വെള്ളമൊഴിക്കും. ഇത് ശരീരമാകനം വെള്ളം ഒഴിച്ചിട്ട് അവസാനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് കഴുകാറുണ്ടായിരുന്നു എന്ന. എങ്കിൽ അങ്ങനെയുള്ളൊരു കുളി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഗുഹ്യാവയവങ്ങളോ മറ്റോ സ്പർശിക്കുന്നുണ്ടല്ലോ എങ്കിൽ അയാളുടെ ഈ ചെയ്ത ഒളു മുറിഞ്ഞു പോകുന്നുണ്ടോ? അയാളുടെ ഒളുവിന് ഒരു ഭംഗവും വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി വനിതകൾ, നബിന്റെ ഭാര്യമാർ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് പറയുകയാണ്, അൻ മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാലത്ത് തവല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഉ ലിസ്സലാത്ത് ഗൈറ റിജ്ലൈൻ, നിസ്കാരത്തിൽ ഒളുവെടുക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് കഴുകാതെ ഒളുവെടുത്ത് ഫഗസല ഫർജഹു ഫമാ അസാബ സുമ്മ അഫാദ അലൈഹിൽ മാ, അതെ, എന്നിട്ട് ഗുഹ്യസ്ഥാനം അവരുടെ അഴുക്കൊക്കെ നീക്കി പിന്നെ ശരീരത്തിൽ വെള്ളമൊഴിക്കും. എന്നിട്ട് അവർ പറയണം, ഹാദി ഗിസ്ലത്തുൽ ജിനാബ, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാബത്തിനുള്ള കുളിയെന്ന എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഒളുവിന് ശേഷം പോലും സ്പർശിച്ചാലും അത് ഒളുവിനെയോ അല്ലെങ്കിൽ ആ കുളിയുടെ ഏതെങ്കിലും രീതിയെയോ അത് ഒരിക്കലും ബാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യതവല്ലു ബഅദൽ ഖുസ്ൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച ശേഷം ഒളു എടുക്കാറുണ്ടായിരുന്നില്ല എന്ന്. കുളിച്ചതിന് ശേഷം ഒളു, കാരണം ഒളുവോടെ കൂടിയാണ് കുളി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് പല ഭാഗങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടവുന്നുണ്ട്, കഴുകുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. അവസാനം കാല് കഴുകുന്നതോടുകൂടി ആ ഒളുവും ആ കുളിയും അത് പൂർണ്ണമായി. അതിനുശേഷം ഒരിക്കൽ പോലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചതിന് ശേഷം ഒളുവെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മളെന്തൊക്കെയും കുളിച്ചതിന് ശേഷം വീണ്ടും പുറത്ത് വന്ന് വാഷ് ബേസിനടുത്ത് വന്ന് വിസ്മയിച്ച് ഒളു കൊടുക്കും. ആ ഒരു രീതി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ സുന്നത്ത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും ഖുതുബയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുക. ഇതൊക്കെ പഠിപ്പിച്ചത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഖുതുബ മുഴുവനും എല്ലാ ദിവസവും ഇത്തരം വിഷയങ്ങളൊന്നുമില്ല. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, യഥാർത്ഥത്തിൽ സത്യം അത് പറയാൻ അല്ലെങ്കിൽ സത്യത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയില്ല എന്നാണ്. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നിത്യമായ ഉണ്ടാകുന്ന സംഗതികളാണ്. ഒരാൾക്ക് കുളി നിർബന്ധമാണ്. നിർബന്ധമായ കുളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്ന രൂപം അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നത്തായ കുളികളുണ്ട്. ഇപ്പം ഇന്ന് ജുമായക്ക് സുന്നത്തായ കുളിയാണ്. ആ കുളിയും എങ്ങനെ തന്നെയാണ് കുളിക്കേണ്ടത്, അതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുന്നത്തായ കുളിൻ്റെ രൂപവും നിർബന്ധമായ കുളിൻ്റെ രൂപവും സാധാരണഗതിയിൽ കയ്യുമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കുളിക്കാൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കുളിച്ചതിന് ശേഷം വുളൂഎടുക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ട ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു വിഷയമാണ് മദി എന്ന് പറഞ്ഞാൽ. എന്താണ് മദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശുക്ലത്തിന് മുന്നോടിയായി വരുന്നൊരു ദ്രാവകത്തിനെയാണ് മദി എന്ന് പറയുന്നത്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ത്വഹാറത്തിന് അത് കോട്ടം വരും, എന്നാൽ ഒളുവെടുക്കുന്നത് മൂലം അത് ശുദ്ധിയാകും, അതിന് കുളിക്കേണ്ടതില്ല. ഒരാൾക്ക് ശുക്ലം പൂർണ്ണമായി ഉണ്ടാകുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ നനവ് അനുഭവിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ, അയാൾ ഒളുവെടുത്താൽ മതി. ഇപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരിക്കൽ മദീനെക്കുറിച്ച് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിനൽ മദിയിൽ വുളു, മദീന് വുളു മതി. വമിനൽ മനിൽ ഗുസ്ൽ, എന്നാൽ മണീനെന്ത് വേണം? മണീനെന്ത് വേണം? കുളി അത്യാവശ്യമാണ്, കുളി നിർബന്ധമാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ റഅയ്തുൽ മദി
അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മനി കണ്ടാൽ കുളിക്കണം. എന്നാൽ മതി കണ്ടാൽ എന്താണ്? മതി കണ്ടാൽ അത് ഒതു മതി. ഇനി ഏതെങ്കിലും ഡ്രസ്സിലോ മറ്റോ ആ ഭാഗങ്ങളായിട്ടുണ്ടെങ്കിൽ, മതിയിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അല്പം വെള്ളം കുടഞ്ഞാൽ മതി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് മതി കൂടുതലാണ്, ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കുളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഉളു കൊടുത്താൽ മതി. ആ ഭാഗമുണ്ടല്ലോ ഡ്രസ്സിൻ്റെ ഭാഗങ്ങൾ, അവിടെ അല്പം വെള്ളം കുടഞ്ഞാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ വശം. ഇനി ഒരാൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല, വെള്ളം തീരെയില്ല, അയാൾ എന്ത് ചെയ്യണം? അയാൾ തയമ്മം ചെയ്യണം. വൈദാ കുന്തും മർളാ വലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ ത്വയ്യിബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ഒരാൾ എനിക്ക് രോഗിയാകുകയോ യാത്രക്കാരുകയോ ചെയ്ത്, അല്ലെങ്കിൽ അയാൾ ജനാബത്തിൻ്റെ അവസ്ഥയിലായാൽ തന്നെ, ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ മറ്റോ സ്പർശിച്ചിട്ട് ആയാൽ തന്നെ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഒന്നും കുളിക്കണം. ഇനി കുളിക്കാൻ വെള്ളം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ തയമ്മം ചെയ്യണം. തയമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമായ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് തയമ്മം ചെയ്യുക? തയമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പലരും എങ്ങനെ തയമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഉളു എടുക്കുന്ന പോലെ ഉളു എടുക്കും. മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി മുഖം കഴുകി എന്നിട്ട് ഉളു എടുക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ തടവുന്ന കാണാൻ സാധിക്കും. തയമ്മം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ രീതിയാണ്. നല്ല മണ്ണ് ഇന്ന സഈദ ത്വയ്യിബ വുദൂഉൽ മുസ്ലിം, നിശ്ചയമായി ശുദ്ധിയുള്ള മണ്ണ് ഒരു മുസ്ലിമിന് വുദൂഇന് വേണ്ടിയുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ലഭ്യമല്ലെങ്കിൽ, ഏറ്റവും അഫ്ളൽ മണ്ണാണ്, ഇനി മണ്ണ് ലഭ്യമല്ലെങ്കിൽ അയാൾക്ക് തഹൂറായ ഏതെങ്കിലും സ്ഥലമോ ചുമരോ അതിൻ്റെ മുലക്കെ അടിച്ചിട്ട് തയമ്മം ചെയ്യാം. ഇപ്പം ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരടിയാണ്, ഒറ്റയടി. എന്നിട്ട് മുഖം മുഴുവൻ ഇങ്ങനെ തടവാം, മുഴുവൻ ഇങ്ങനെ തടവാം. വെച്ച് വലത്തെ കൈപ്പത്തിൻ്റെ മേലെ ഇങ്ങനെ തടവാം. അതിന് രണ്ടാമത് അടിക്കേണ്ട ആവശ്യമില്ല, ഇടത്തെ കൈപ്പത്തിൻ്റെ മേലെ ഇങ്ങനെ തടവാം. തയമ്മം ഖലാസ്, തയമ്മം കഴിഞ്ഞ്. അതായത് ബിസ്മില്ലാ എന്നിട്ട് ഒറ്റയടി, രണ്ടാമത് അടിക്കണ്ട. ഇപ്പോൾ ചിലരൊക്കെ ബിസ്മില്ലാ എന്നിട്ട് മുഖം ഇങ്ങനെ അടിക്കും, ബിസ്മില്ലാ എന്നിട്ട് ഇങ്ങനെ അടിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തയമ്മം എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്നിട്ട് ഒറ്റയടി, എന്നിട്ട് ആ മുഖം ഇങ്ങനെ തടവാം. എന്നിട്ട് വലത്തെ കൈപ്പത്തിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തടവാം, ഇടത്തെ കൈപ്പത്തിൻ്റെ മുകളിൽ മുകൾ ഭാഗം ഇങ്ങനെ തടവാം. ഇതാണ് തയമ്മം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആശുപത്രിയിലാണ്, ഒരു അപകട കേസിലാണ്, ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള കാക്കട്ടെ, അതല്ല. എന്നാൽ നിസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല നിസ്കാരം ഒഴിവാക്കാൻ. എന്ത് ചെയ്യും? ഒന്നും എടുക്കാനും നമുക്ക് സാധ്യമല്ല. തയമ്മം ചെയ്യാം. എങ്ങനെ തയമ്മം ചെയ്യാം? ചിലപ്പോൾ ഒരു കൈ കൊണ്ടാണെങ്കിൽ എവിടെയെങ്കിലും അടിക്കാം, അവിടെ ഒരു പ്രതലം പരന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ, ശുദ്ധിയുള്ള സ്ഥലം അവിടെ അടിക്കാം. എന്നിട്ട് മുഖം തടവാം, അല്ലെങ്കിൽ ആരക്കും കൊണ്ട് തടയിപ്പിക്കാം. വലത് കൈപ്പത്തിൻ്റെ മേലെ തടവാം, ഇടത്തെ കൈപ്പത്തിൻ്റെ മേലെ തടവാം. അയാൾക്ക് നിസ്കരിക്കാം. ഏതവസ്ഥയിലും നിസ്കാരം ഒഴിവാക്കാൻ ഒരു ഒഴിവ് കിഴിവും നമുക്ക് നൽകിയില്ല. എന്നാൽ ഏതെങ്കിലും രൂപത്തിൽ അയാൾക്ക് ശുക്ലസ്രാവം ഉണ്ടായി, പ്രായം ചെന്ന് 70 വയസ്സായി, 70 വയസ്സിൽ ഒരിക്കൽ മൂത്രിക്കുമ്പോൾ ശുക്ലം പോയി, എന്ത് ചെയ്യും? കുളിക്കാൻ പറ്റില്ല. കാരണം അയാൾക്ക് മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അവിടെ കിട്ടുന്നുണ്ട്, കാലിൻ്റെ പൊട്ടുണ്ട്, ഇവിടെ കൈൻ്റെ പ്രശ്നമുണ്ട്, കുളിക്കാൻ പറ്റില്ല. അയാൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല. അയാൾ തയമ്മം ചെയ്യണം. എങ്ങനെ? ബിസ്മില്ലാ എന്ന് അടിക്കണം, മുഖം തടവണം, കൈപ്പത്തിൻ്റെ മേലെ തടവണം. അതോടുകൂടി തയമ്മം പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതായി പഠിപ്പിച്ച എന്ന സംഗതിയാണ്. ആ എളുപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ദിനീനെ കുളിക്കുന്നവരാണ്. എത്ര സുന്നത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. നമ്മൾ കുളിച്ചതിന് ശേഷം വീണ്ടും ഉളു എടുക്കുന്നു. അതുപോലെ തന്നെ കുളിക്കുന്ന കാര്യങ്ങളെ മുറപ്രകാരം കുളിക്കാതെ ആ കുളിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്യലിൽ നിന്ന് നമ്മൾ അശ്രദ്ധാലുവാകുന്നു. അപ്പോൾ ഇതൊക്കെയും നമ്മൾ ഒരു സൂക്ഷ്മത കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കാര്യങ്ങൾ അതേ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനേക്കുള്ള സമീപന മാർഗം എടുക്കുവാനും അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ തൗഫീക്കും അറിവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, തൗഹീദിനെ കുറിച്ച് പഠിക്കാം. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് മനസ്സിലാക്കുക. ശിർക്കും വിശ്വാസങ്ങളെ വിട്ടഴിഞ്ഞുകൊണ്ട് ജീവിക്കുക. വിദഗ്ധകളെക്കുറിച്ച് ഗൗരവമായൊരു ചിന്ത വെച്ച് പുലർത്തി അതൊക്കെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. പലിശ ഇടപാടുകൾ പൂർണ്ണമായി മുക്തമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആർക്കെങ്കിലും കൊടുക്കാനുള്ള അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരെങ്കിൽ മാപ്പ് ചോദിക്കുക.
മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക, വിശാലതയോടുകൂടി പെരുമാറുക, എല്ലാവിധ സിനിമ, മ്യൂസിക്, സീരിയൽ എന്നിവയ്ക്കും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങൾ, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അള്ളാഹുവേ, എന്നീ അവസ്ഥകളൊക്കെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയും അള്ളാഹുവേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യക്കീനോട് കൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും നീ മാറ്റി തീർക്കണമേ. നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായി ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്കേവർക്കും നീ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുവേ നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.